യെസ്, അപ്പൊ നേരെ പോകുന്നത് എവിടേക്കാണ്? തൃപ്പൂണിത്തുറയിലേക്കാണല്ലേ? അവിടെ സിറ്റിംഗ് MLA കെ ബാബു മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തതയായിട്ടില്ല. കൊച്ചി മേയർ സ്ഥാനമൊഴിഞ്ഞ അഡ്വക്കേറ്റ് M അനിൽകുമാറിനെയാണ് CPM തൃപ്പൂണിത്തുറ സീറ്റിലേക്ക് പ്രധാനമായും പരിഗണിക്കുന്നത്. തൃപ്പൂണിത്തുറ നഗരസഭാ ഭരണം പിടിച്ച BJPക്കും മണ്ഡലത്തിൽ നല്ല സ്വാധീനമുണ്ട്. പഴയതുപോലെ സജീവമല്ലാത്ത സിറ്റിംഗ് MLA കെ ബാബു തുടരുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നില്ല. ബാബുവിന്റെ മനസ്സുകൂടി അറിഞ്ഞ് തീരുമാനമെടുക്കാനാണ് കോൺഗ്രസ് തീരുമാനം. കെ ബാബു ആഗ്രഹിക്കുന്നെങ്കിൽ അദ്ദേഹം തന്നെ തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയാകും. അല്ലാത്ത പക്ഷം KPCC വൈസ് പ്രസിഡന്റ് M ലിജു, നടൻ രമേശ് പിഷാരടി, KPCC വക്താവ് രാജു P നായർ എന്നിവരെ പരിഗണിച്ചേക്കും. കൊച്ചി മേയറായിരുന്ന അഡ്വക്കേറ്റ് M അനിൽകുമാറിനെയാണ് CPM സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ നിസ്സാര വോട്ടുകൾക്ക് പരാജയപ്പെട്ട M സ്വരാജ് വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയും CPM തള്ളുന്നില്ല. ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാണ് BJPയുടെ ശ്രമം. തൃപ്പൂണിത്തുറയിലെ BJPയുടെ മുന്നേറ്റം മണ്ഡലത്തിൽ ബലാബലം പരീക്ഷിച്ചിരുന്ന LDFനെയും UDFനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനെ മറികടക്കാനുള്ള വഴികൾ തേടുകയാണ് ഇരു മുന്നണികളും. കൊച്ചി കോർപ്പറേഷന്റെ 9 ഡിവിഷനുകളും തൃപ്പൂണിത്തുറ മരട് നഗരസഭകളും 2 പഞ്ചായത്തുകളും ചേർന്നതാണ് തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലം. LDFും UDFും തുല്യശക്തികളായ മണ്ഡലത്തിൽ സമീപകാലത്തായി BJPക്ക് മുന്നേറ്റമുണ്ടാക്കാനായി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മരട് നഗരസഭയും കുമ്പളം ഉദയംപേരൂർ പഞ്ചായത്തുകളിലും UDF വിജയിച്ചപ്പോൾ LDF ഭരിക്കുന്ന തൃപ്പൂണിത്തുറ നഗരസഭ BJP പിടിച്ചു. വർഗീയ ധ്രുവീകരണമുണ്ടായെന്നാണ് കോൺഗ്രസും CPMും വിലയിരുത്തുന്നത്. കൊച്ചിയിൽ നിന്ന് സിജോ വർഗീസ്, മീഡിയ 1. യെസ്, ലിഡിയ ജേക്കബ് വിശദാംശങ്ങൾ നൽകും. ലിഡിയ, തൃപ്പൂണിത്തുറ നിശ്ചയമായും ഇത്തവണ ഹോട്ട് സീറ്റാണ്. പ്രത്യേകിച്ചും തൃപ്പൂണിത്തുറ നഗരസഭ ആദ്യമായി BJP പിടിക്കുന്നതോടുകൂടി ത്രികോണ പോരാട്ടത്തിന് കളമൊരുങ്ങാൻ സാധ്യത എത്രത്തോളം ഉണ്ട് അവിടെ? ഇനിയിപ്പോൾ ബാബുവിന് പഴയ പോലെ ആരോഗ്യവും ശൗര്യവും ഒന്നുമില്ല. ബാബു മാറി നിന്ന് കഴിഞ്ഞാൽ ആർക്കാണ് കൂടുതൽ സാധ്യത? അപ്പോൾ അനിൽകുമാർ എന്ന ഒറ്റപ്പേരേ ഉള്ളോ CPMനെ സംബന്ധിച്ചിടത്തോളം? സേഫു, ജിൽസി, സീറ്റ് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഇരുമുന്നണികളിലും സജീവമായി നടക്കുന്നുണ്ട്. ഈ കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ കെ ബാബു മത്സരിക്കുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അല്ലെങ്കിൽ കെ ബാബുവിൻ്റെ മനസ്സറിഞ്ഞിട്ട് മാത്രമേ മറ്റ് സ്ഥാനാർത്ഥികളിലേക്ക് കടക്കുകയുള്ളൂ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ തീരുമാനം. പ്രത്യേകിച്ച് ഈ കെ ബാബു തന്നെ സ്ഥാനാർത്ഥിയാകാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചാൽ അത് പരിഗണിക്കാനാണ് സാധ്യത എന്നുള്ളതാണ്. പക്ഷേ കെ ബാബു സജീവമല്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അത്തരത്തിലുള്ള കാര്യം കൂടി പാർട്ടി പരിഗണിക്കുന്നുണ്ട്. അതുകൂടി പരിഗണിച്ചിട്ടാവും മറ്റ് ചർച്ചകളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ കടക്കുക. പ്രധാനമായും മറ്റ് ആളുകളെ, ഇപ്പോൾ കെ ബാബു ഇല്ലെങ്കിൽ മറ്റാളുകളെ കൂടി പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു പേര് KPCC വൈസ് പ്രസിഡന്റ് M ലിജുവിൻ്റെതാണ്. വലിയ സജീവ പ്രവർത്തകനാണ് ലിജു. അതുകൊണ്ട് തന്നെ ലിജുവിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരാളുള്ളത് KPCC വക്താവായിട്ടുള്ള രാജു P നായരാണ്. ചാനൽ ചർച്ചകളിലും ഒക്കെ വളരെ സജീവമായി നിൽക്കുന്ന ഒരു മുന്നണിയിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ്. അതായത് നിരയിൽ തന്നെ നിൽക്കുന്ന ഒരാൾ കൂടിയാണ് രാജു P നായർ. അത്തരത്തിൽ രാജു P നായരെ കൂടി സജീവമായി പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവര് രണ്ടുപേരും അല്ലെങ്കിൽ മറ്റൊരു മുഖമുള്ളത് അത് രമേശ് പിഷാരടിയാണ്. ഒരു സിനിമാ താരത്തെ കൊണ്ടുവന്ന് തൃപ്പൂണിത്തുറ മണ്ഡലം പിടിക്കാനാവുമോ എന്നുള്ളതാണ് കോൺഗ്രസ് നോക്കുന്നത്. പ്രത്യേകിച്ച് രമേശ് പിഷാരടിയെ സംബന്ധിച്ച് തൻ്റെ നിലപാടുകളും കാര്യങ്ങളും ഒക്കെ പൊതുമണ്ഡലത്തിൽ പറയുന്ന ഒരാൾ കൂടിയാണ്. മുൻപ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പൊതു പരിപാടികളിലും കാര്യങ്ങളും ഒക്കെ വ്യക്തമാക്കിയത് കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ രമേശ് പിഷാരടിയെ കൊണ്ടുവന്ന് തൃപ്പൂണിത്തുറ മണ്ഡലം പിടിക്കാനാവുമോ എന്നുകൂടി കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. ഇതൊക്കെ കെ ബാബു MLA അടുത്ത തവണ മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയാൽ മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിക്കൂ എന്നുള്ളതാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്നു കേൾക്കുന്ന പേര് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും പരിഗണിക്കുന്ന പേര് കൊച്ചി മേയറായിരുന്ന അഡ്വക്കേറ്റ് M അനിൽകുമാർ തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 4 വർഷങ്ങളിൽ ഈ കൊച്ചി കോർപ്പറേഷനിൽ നടത്തിയ ഭരണത്തിന്റെ ഒരു വിശ്വാസവും കാര്യങ്ങളും ഒക്കെ അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അനിൽകുമാറിനെ സജീവമായി തന്നെ CPM പരിഗണിക്കുന്നുണ്ട്. മറ്റൊരു പേരുള്ളത് M സ്വരാജ് ആണ്. ഇത്തരത്തിൽ കഴിഞ്ഞ തവണ നിസാര വോട്ടുകൾക്ക് പരാജയപ്പെട്ടെങ്കിലും M സ്വരാജിന് ഇത്തവണ തൃപ്പൂണിത്തുറ പിടിക്കാനാകുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ കൂടിയാണ് CPM ഉള്ളത്. പക്ഷേ ഈ കോൺഗ്രസും CPMും അതുപോലെ തന്നെ മുമ്പോട്ട് വരുമ്പോൾ BJPയും ഇത്തവണ വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിൽ കൂടിയാണ്. പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറ നഗരസഭ BJPയും അധികാരം പിടിച്ചിരുന്നു, ഭരണം പിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സ്വാധീനം മണ്ഡലത്തിൽ BJPക്കുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറ നഗരസഭയിൽ
പരിധിയുടെ കാര്യം പറയുകയാണ്. ആ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിലൊക്കെ BJPക്ക് വലിയ രീതിയിലുള്ള പിന്തുണയുള്ള സ്ഥലങ്ങൾ കൂടിയാണ്. അത്തരത്തിൽ BJPയും ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൂടി മുന്നോട്ട് കൊണ്ടുവരാനാണ് സാധ്യത. എന്തായാലും ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. കെ ബാബു ഇതുവരെയായിട്ടും മനസ്സ് തുറക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കെ ബാബുവിന്റെ മനസ്സുകൂടി അറിഞ്ഞിട്ടാകും കോൺഗ്രസിന്റെ തീരുമാനം.